ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് ശിവശതകം. അത് 1888 അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം അരുവിപ്പുറത്ത് വെച്ച് രചിച്ചതാണ്. ആ ശിവശതകമാണെങ്കിലും അതിൽ ഗുരു ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തെ, അദ്വൈതത്തെ ഗുരു വളരെ ലളിതമെന്ന് തോന്നുന്ന പദങ്ങൾ കൊണ്ട് അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പൊതുവെ നമ്മൾ ശിവൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയുന്ന സങ്കല്പമാണ് വരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ചൈതന്യ സ്വരൂപനായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യം, ഏതൊരു ചൈതന്യമാണ് അവിടെ ഉള്ളത്. ഒരുപക്ഷെ ഈ ഒരു അറിവ് നമ്മളുടെ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും നമ്മൾ പകർന്നു കൊടുക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ നേരിടുന്ന നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സംസ്ഥാനത്തും അതേപോലെ തന്നെ രാജ്യത്തിന് വെളിയിലുമൊക്കെ നടക്കുന്ന അക്രമങ്ങൾ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഈ ഒരു അറിവ് അനിവാര്യമാണ്. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും മൂലകാരണം നോക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ വിശ്വാസത്തെ, അവൻ്റെ ആചാരത്തെ, അവൻ്റെ ദൈവത്തെ, അതിനെ ചൊല്ലിയുള്ള വഴക്കുകളാണ്. ഒരു കൂട്ടർ ദൈവം ഉണ്ടെന്ന് പറയുന്നു, ആ ദൈവം ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള ദൈവമാണെന്ന് പറയുന്നു. ഇനിയൊരു കൂട്ടർ ദൈവം ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇല്ല എന്ന് പറയുന്നവർ ഉണ്ട് എന്ന് പറയുന്നവരുമായിട്ടുള്ള സംഘർഷം ഒരു വഴിക്ക്, ഉണ്ട് എന്ന് പറയുന്നവർ അവർക്ക് തമ്മിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഇതിൽ നിന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ അത് വേറെ വഴിക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള അശാന്തി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ TV തുറന്നാലും പത്രത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അത്രമാത്രം ഭീകരമായ രീതിയിലാണ് മനുഷ്യനെ ദൈവത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കുന്നത്. ചിലത് രാഷ്ട്രത്തിൻ്റെ പേര് പറഞ്ഞാലും മറ്റു പല രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞാലും മനുഷ്യന് വേണ്ടി, അവൻ്റെ സ്വാർത്ഥത നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവൻ എല്ലാത്തിനെയും കൊന്നൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ അറിവില്ലായ്മയെ മാറ്റുക എന്നുള്ളതാണ് ഗുരു ചെയ്തത്. ഇപ്പോൾ ശിവശതകം എന്നുള്ള ഒരു കൃതിയിലൂടെ 100 ശ്ലോകങ്ങളിലൂടെ ഗുരു ഒരു ദേവതയെ പ്രകീർത്തിക്കുകയല്ല, പക്ഷേ ഒരു ശിവൻ എന്നുള്ള പേര് പറഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ശക്തിയെ, ആ ചൈതന്യത്തെ, ആ സാക്ഷിയെ തിരിച്ചറിയാതെ വരുന്നത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നമ്മളുടെ ആധുനിക ശാസ്ത്രം ഇപ്പോൾ നമ്മൾ വളരെയധികം സയൻസ് വളരെ അഡ്വാൻസ് ആയി എന്ന് പറയുമ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ നമ്മൾ ഇപ്പോൾ എടുത്ത് തലങ്ങും വിലങ്ങുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അത് അറിയണമെങ്കിലും ഒരു ചൈതന്യ സ്വരൂപമായിട്ടുള്ള ഒരു ഞാൻ വേണം. ഞാനില്ലാതെ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. തന്നെയിൽ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടിയിട്ടാണ്. ഓരോ മനുഷ്യനിലും ഞാനെന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അതിനു വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അത് നമ്മളെ വഴിതെറ്റിച്ച് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി പോകുമ്പോഴോ? അപ്പോൾ ഇതൊക്കെ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് അറിവില്ലാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ. അപ്പോൾ അറിവ് നമുക്കുണ്ടാകും, യഥാർത്ഥത്തിലുള്ള അറിവ്. അപ്പോൾ എപ്രകാരമാണോ ഗുരു പറയുന്നുണ്ട്, ജഡം അമരുന്നത് പോലെ ചിത്ത് ഉടലിലും. അപ്പോൾ ഇവിടെ എപ്രകാരമാണോ
ഈ ജഡം എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഒന്നിനെയാണ് ജഡമെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സയൻസ്, മോഡേൺ സയൻസ് അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മളുടെ ശരിക്കുള്ള ആധ്യാത്മികമായിട്ടുള്ള സ്പിരിച്വൽ സയൻസും അങ്ങനെ പറയുന്നില്ല. ഇവിടെ കണ്ണുകൊണ്ട് കാണുന്നത് നിത്യമല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ജഡമാണെന്നല്ല. നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ അത് ജഡമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ആ തോന്നലാണ് മിഥ്യ എന്ന് പറയുന്നത്, മായ എന്ന് പറയും. ബ്രഹ്മം മാത്രമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ഈ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ശക്തിവിശേഷതയാണ്. അത് മാത്രമാണ് ഇവിടെ സത്യം. അപ്പോൾ ഇവിടെ ജഡമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ജഡത്തിൽ ചൈതന്യമില്ല. പക്ഷെ നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്നു ഇവിടെ എനർജി മാത്രമേ ഉള്ളൂ. ആറ്റംസ് അവരങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കുറേ. അതുകൊണ്ട് അവരുടെ ദൃഷ്ടിയിൽ ഇവിടെ ജഡമായിട്ട് ഒന്നുമില്ല. മഹർഷിയുടെ ദൃഷ്ടിയിലും അങ്ങനെ തന്നെയാണ്, പൂർണ്ണമതഃ പൂർണ്ണമിതം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാത്തിലും കുടികൊള്ളുന്ന ഒരേ ചൈതന്യം മാത്രമാണ് ഉള്ളത് എന്നുള്ള ആ അറിവ്, വിശാലമായിട്ടുള്ള അറിവ് എല്ലാവരിലേക്കും വന്നു കഴിയുമ്പോൾ ഇവിടെ ഈ സംഘർഷം ഉണ്ടാവില്ല. മനുഷ്യർ തമ്മിൽ ഇത്രയും മരിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ അത് പഠിക്കേണ്ട സമയം, സ്വാംശീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കതിനു വേണ്ടി നമ്മുടെ സമയം നമ്മൾ കണ്ടെത്താം. ഏവർക്കും നമസ്കാരം.